ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലാതെ സംശയത്തിന്റെ പേരിൽ പാവങ്ങളെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ മൂന്നാം മുറ ഉപയോഗിച്ചാലുണ്ടല്ലോ, തലയില് പിന്നെ ഈ തൊപ്പി കാണില്ല. എന്റെ തൊപ്പി സൂക്ഷിക്കാൻ എനിക്കറിയാം. എങ്കിൽ നല്ലത്. അവിടെ പോയി ചോദിച്ചാ അവർക്കറിയായിരിക്കുമല്ലോ എന്റെ അച്ഛനാരാന്ന്. ആരാണ് എന്നെ അവിടെ കൊണ്ടുകൊടുത്തെന്ന് സ്വാമിജിക്ക് അറിയായിരിക്കുമല്ലോ. മോക്ക് അമ്മയുടെ സ്നേഹം പോരാൻ തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ല, ഒന്ന് അറിയാൻ വേണ്ടി മാത്ര. പിന്നെ ഒരിക്കലും ഞാൻ അച്ഛനെ കുറിച്ച് ചോദിക്കില്ല. ഇത്തവണ മാത്രം പ്ലീസ് അമ്മേ. പോകാം. പക്ഷേ ഒരു കാര്യം മോളമ്മയ്ക്ക് വാക്ക് തരണം. ഒരു തവണ ആശ്രമത്തിൽ പോയി ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞ് വന്നാ പിന്നെ മോളമ്മയോട് ഒരിക്കലും ഇത് ചോദിക്കരുത്. അമ്മയ്ക്ക് മോള് പ്രോമിസ് തരണം. അങ്ങനെയാണെങ്കിൽ അമ്മ ആശ്രമത്തിൽ കൊണ്ടുപോവാ. പ്രോമിസ്. അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ. മോള് പോയി റെഡിയാവുക. നമുക്കിപ്പൊ തന്നെ പോവാം. ഇപ്പൊ തന്നെയോ? മോൾ അമ്മയോട് ഒരു കാര്യം പറഞ്ഞ അമ്മ അത് മാറ്റിവെക്കില്ല എന്ന് മോക്ക് അറിയില്ലേ? ചെന്ന് റെഡിയാവുക. താങ്ക് യു അമ്മേ. ചിപ്പിമോളുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തോടെ തീർക്കണം. ഇനി ഒരിക്കൽ കൂടി അവൾ അച്ഛനെ കുറിച്ച് ചോദിക്കരുത്. സ്വാമിജി, ഞാനും മോളും കൂടി അങ്ങോട്ട് വരുന്നു. ഇപ്പൊ തന്നെ. അപ്പോ നീയാണ് സച്ചി എന്ന സച്ചിദാനന്ദൻ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടല്ലേ? മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ഞങ്ങള് തെളിയിച്ചോളാം. നിനക്ക് CA രാജീവിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. മുൻപ് രാജീവ് സാർ ഒരു കൊലക്കേസില് സംശയാസ്പദമായി ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വിരോധവും ഇയാൾക്കുണ്ട്. വിരോധമല്ല സാറേ, എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ എന്നെ കള്ളക്കേസിൽപ്പെടുത്തി ലോക്കപ്പിലിട്ട് കണ്ണി ചോരയില്ലാതെ മർദ്ദിച്ചു. അതിന്റെ പ്രതികാരം നീ തീർത്തല്ലേ? അന്ന് കോട്ടേഴ്സിൽ കയറി നീ രാജീവിനെ ആക്രമിച്ചില്ലേ? മാഡം, അത് ഞാനല്ല. ഇവനല്ലാതെ വേറെ ആരുമല്ല മാഡം. രാജീവ് സാറിനോട് വിരോധമുള്ളവരിൽ ഏറ്റവും പ്രധാനി ഇവൻ തന്നെയാണ്. എന്നെപ്പോലെ ഒരുപാട് പേരെ അയാൾ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലാക്കിയിട്ടുണ്ട്. ലോക്കപ്പിലിട്ട് തല്ലി ഒടിച്ചിട്ടുമുണ്ട്. ഞാനിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. അങ്ങനെ വിരോധമുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും. നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കണ്ട. ഇതിന്റെ പിന്നിൽ നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി മാഡം. എന്റെ ഭാഗം ഞാൻ തെളിയിച്ചോളാം. നീ ആരാടാ, വക്കീലോ? എക്സ്ക്യൂസ് മീ മാഡം. മാഡം, ഇവരാണ് ഇയാളെ അന്ന് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിയത്. അഡ്വക്കേറ്റ് ആരതി വർമ്മ. ആരതി, എന്തു വേണം? ഞാൻ ഇയാളുടെ വക്കീല. എന്തിനാണ് നിങ്ങൾ ഇയാളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞത്? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പറയണം മാഡം, പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ മാഡം കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഒരു കറുത്ത കോട്ടിന്റെ ബലത്തിൽ എവിടെയും കയറി ചെന്ന് അളക്കാവെന്ന് വിചാരിക്കരുത്.
മാഡം, പോലീസ് ഇയാളെ അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ സച്ചി എന്നെ കാര്യങ്ങൾ ഇൻഫോം ചെയ്തിരുന്നതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സി രാജീവിനെ കൊല്ലാൻ ശ്രമിച്ചത് സച്ചിയല്ല. ആ സംഭവവുമായി ഇയാൾക്ക് ഒരു ബന്ധവുമില്ല. അത് തെളിയിക്കലാണല്ലോ ഞങ്ങളുടെ ജോലി. സച്ചിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ആശുപത്രിയിൽ കിടക്കുന്ന സി രാജീവ് സച്ചിക്കെതിരെ എന്തെങ്കിലും മൊഴി തന്നിരുന്നോ? അതോ സംഭവ സ്ഥലത്ത് ആ സമയത്ത് ഇയാളെ ആരെങ്കിലും കണ്ടു എന്നുള്ള സാക്ഷിമൊഴിയുണ്ടോ? ഇനി അതും പോട്ടെ, രാജീവിനെ കൊല്ലാൻ ശ്രമിച്ച എന്തെങ്കിലും ആയുധം ഇയാളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇയാൾക്ക് രാജീവിനോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. അതുകൊണ്ട് സി രാജീവിനോട് മുൻവൈരാഗ്യമുള്ള ഒരേ ഒരാൾ സച്ചി മാത്രമാണോ? അങ്ങനെ ആരാ മാഡത്തിനോട് പറഞ്ഞത്? ഒരു തെളിവുമില്ലാതെ ഇത് ചെയ്തത് സച്ചിയാണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചു അല്ലേ? ആദ്യം ആശുപത്രിയിൽ കിടക്കുന്ന സി രാജീവ് മൊഴി രേഖപ്പെടുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ഇങ്ങനെ സംശയത്തിന്റെ പേരിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്ന. ഞാൻ സച്ചിയെ ജാമ്യത്തിൽ കൊണ്ടുപോകാൻ വന്നതാ. ആവശ്യത്തിനുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയെങ്കിൽ എനിക്ക് ഇയാളെ കൊണ്ടുപോകാലോ അല്ലേ? അതിന് ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേരിൽ വിളിപ്പിച്ചെന്നേ ഉള്ളൂ. തൽക്കാലം നിങ്ങൾ ഇയാളെ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഇവനെതിരെ എന്തെങ്കിലും തെളിവോ സാക്ഷിയോ കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ വക്കീലിന്റെ കയ്യിൽ നിൽക്കില്ല. മാഡം, കുറ്റവാളിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരെയും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം, ജയിലിലടയ്ക്കാം. അല്ലാതെ സംശയത്തിന്റെ പേരിൽ പാവങ്ങളെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ മൂന്നാം മുറ ഉപയോഗിച്ചാലുണ്ടല്ലോ, തലയിൽ പിന്നെ ഈ തൊപ്പി കാണില്ല. എന്റെ തൊപ്പി സൂക്ഷിക്കാൻ എനിക്കറിയാം. എങ്കിൽ നല്ലത്. അപ്പോ എനിക്ക് സച്ചിയെ കൊണ്ടുപോവാലോ അല്ലേ? കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ഹാജരാക്കേണ്ടി വരും. ആദ്യം ACP മാഡം ആശുപത്രിയിൽ പോയി ചാകാൻ കിടക്കുന്ന രാജീവ് സാറിന്റെ മൊഴി രേഖപ്പെടുത്ത്. എന്നിട്ട് മതി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്.